പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഈ കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്തും അനുവദിച്ചതിനെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും, ഇവരായിരിക്കുന്ന വീടിരിക്കുന്ന മണ്ണ്, ഇവിടെ ജോലി, ഇവരുടെ മക്കളുടെ പഠനം, ഇവിടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങള്, സങ്കടങ്ങള്, വേദനകള്, രോഗപീഠകള്, നൊമ്പരങ്ങള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒത്തിരി കടബാധ്യതകള്, ജീവിത പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, തടസ്സങ്ങള്, സ്വയെ എല്ലാം അവിടുന്ന് എടുത്തു മാറ്റണമേ. ഈ മക്കളുടെ ജീവിതത്തില് അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. പ്രത്യേകിച്ച് കർത്താവേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ മാതാവിന്റെ മാതൃകയും അമ്മ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കാനുള്ള വലിയ പ്രാർത്ഥനയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ ശക്തമായ കൃപയുടെ നിറവുള്ള സാന്നിധ്യവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മ മാതാവിന്റെ വലിയ മാതൃകയും അമ്മ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അമ്മയാകുന്ന ജീവിത മാതൃകയെ സ്വന്തമാക്കി സ്വീകരിച്ചുകൊണ്ട് അമ്മയെ പോലെ അനുഗ്രഹിക്കപ്പെടാൻ നമ്മളും ആഗ്രഹിച്ചുകൊണ്ട് അതിനായിട്ട് സ്വർഗം ഒരുക്കി തന്നിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് പങ്കുചേരുകയാണ്. ഇന്ന് നമ്മൾ ഇതുമായിട്ട് ചിന്തിക്കുന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനമാണ്. നമ്മ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നാട്ടിടയന്മാരോട് ഈശോയുടെ ജനനത്തെ കുറിച്ച് അറിയിപ്പ് കൊടുത്തതിന് ശേഷം ഈ മാലാഖമാര് പറയുന്ന വലിയൊരു കാര്യമാണ്, ഈ ഒരു മഹത്വത്തിന്റെ വലിയൊരു സന്ദേശമാണ്. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമാധാനം തേടി പോകുന്ന മനുഷ്യൻ, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങള്, സമാധാനം അന്യമായി പോയ ജീവിതങ്ങള്, എവിടെ നോക്കിയാലും സമാധാനമില്ല. ലോകരാജ്യങ്ങളില് സമാധാനമില്ല, കുടുംബങ്ങളില് സമാധാനമില്ല, സഭയില് സമാധാനമില്ല, പൗരോഹിത്യത്തില് സമാധാനമില്ല, വ്യക്തി ജീവിതത്തില് സമാധാനമില്ല, ഒരു സമാധാനമില്ല. ഈ വിളി കേട്ട്, ഈ പരാതി കേട്ട് നമ്മളൊക്കെ ചെവി തഴപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ സ്വർഗം പറയാണ്, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയുടെ ജീവിതത്തിന്റെ ഒരു വലിയ അടിസ്ഥാനം നമ്മൾ ഇന്നലെ കണ്ടു. ദൈവ കൃപ നിറഞ്ഞവൾ. ഈ അമ്മയ്ക്ക് പ്രശ്നമുണ്ട് ജീവിതത്തിൽ. നോക്കിക്കേ, ഒത്തിരി പ്രശ്നങ്ങള്, വ്യാകുലവാളുകള്, സഹനങ്ങള്, പ്രതിസന്ധികള്. ഈ ലോകം തെട്ടിയെ നോക്കുമ്പോൾ എല്ലാ പീഡനങ്ങളും, സഹനങ്ങളും, കഷ്ടപ്പാടുകളും, ദാരിദ്ര്യവും, സംശയങ്ങളും ഒക്കെ അനുഭവിച്ചവളാ പരിശുദ്ധയമ്മ. പക്ഷേ സമാധാനം എന്നുള്ളത് ഒരിക്കൽ പോലും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് മാറി. അതിന്റെ കാരണമായ ദൈവകൃപ അമ്മയിൽ നിറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മള് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ ദൈവകൃപയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈശോ തന്നെ വന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ജീവനും സത്യവുമാകട്ടെ അവന് വഴി നൽകപ്പെട്ടു, കൃപ അവനിലൂടെ സമർത്ഥമാക്കപ്പെട്ടു. ദൈവകൃപ. എന്താണ് ഈ കൃപ എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ ശക്തി അത് നിറച്ചു നൽകിക്കൊണ്ട് ദൈവം ജീവിക്കാൻ, എല്ലാം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന, ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന അഭിഷേകം. അതാണ് മക്കളെ ദൈവകൃപ. പൗലോസ്ലീഹായുടെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ
നിങ്ങൾ വായിച്ചു നോക്കിക്കോ. റോമാക്കാർക്ക് ലേഖനം മുതല് ഈ പൗലോസ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളും ആരംഭിക്കുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. 3 കാര്യങ്ങൾ പൗലോസ്ലീഹ പല സ്ഥലത്തുമായിട്ട് പറയുന്നുണ്ട്. കൊരിന്തോസ്യർക്ക് എഴുതിയ 2 ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 14-ാം വചനം, അവസാനത്തെ വചനം അവിടെ പറയുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മള് ആശീർവാദം കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ കൃപയാണ് ആശംസിക്കുന്നത്. അതിന് ആമേൻ. കൃപ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, സാന്നിധ്യം നിറയട്ടെ. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ശക്തമായിട്ട് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം. വേറൊന്നുമല്ല. എത്ര കാശ് കിട്ടിയാലും സമാധാനം ഉണ്ടാവില്ല. നീ വിചാരിക്കുന്ന ഏത് ജോലി കിട്ടിയാലും സമാധാനം ഉണ്ടാവത്തില്ല. വിദേശത്തേക്ക് പോയാലും സമാധാനം ഉണ്ടാവില്ല. പോയ എത്രയോ പേരുണ്ട് മക്കളെ. ജോലി കിട്ടിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്, സമ്പത്ത് കിട്ടിയവരെ കണ്ടിട്ടുണ്ട്, ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ പോയവരെ കണ്ടിട്ടുണ്ട്, ആഗ്രഹിച്ചവരെ കെട്ടിയവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ സമാധാനം അതിലൂടെ ഒന്നും ഉണ്ടാകത്തില്ല. സമാധാനം ഉണ്ടാകണോ? ഒറ്റ വഴി, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ കൃപയ്ക്ക് വേണ്ടി അധ്വാനിക്കണ്ടേ? കൃപയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. നമുക്കറിയാം പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായത്തില് ഒരു ദൂതനെ കുറിച്ചും മുള്ളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെടുത്തു മാറ്റാൻ വേണ്ടി 3 വട്ടം പൗലോസ്ലീഹ ഈശോയോട് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവ് പൗലോസ്യോട് പറഞ്ഞ് 2 കൊരിന്തോസ് 12:9 പറയാ, മുള്ള അവിടെ ഇരുന്നോട്ടെ, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി. വീണ്ടും കർത്താവ് പറയാ, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ നിന്നെ പ്രകടമാകുന്നത് ബലഹീനതയിലാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പൗലോസ്ലീഹ പറയാണ്, എന്റെ ബലഹീനതയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ പൗലോസ്ലീഹ തന്നെയാണ് കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. എന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തില് ഈ കൃപയാൽ നിറയപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ എന്തായിരിക്കുന്നുവോ ദൈവ കൃപയാലാണ്. കൃപയാൽ നിറഞ്ഞ്, കൃപയാൽ ശക്തി പ്രാപിച്ച്, കൃപയാൽ ജീവൻ പ്രാപിച്ച്, പഠിച്ച് എന്തു ചെയ്തോ ചേട്ടാ അവിടെ തന്നെ പോലീസ് പറയുന്നുണ്ട്, എന്നിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവ കൃപ വൃഥാവിലായി പോയിട്ടില്ല. നേരം മറിച്ച് മറ്റെല്ലാവരെക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു. എന്നാൽ അതൊന്നും ഞാൻ അല്ല, എന്നിലുള്ള ദൈവകൃപയാണ്. ദൈവകൃപ അധ്വാനിക്കും മക്കളെ. കൃപയുണ്ടെങ്കിൽ സ്നേഹിക്കാൻ പറ്റും, കൃപയുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റും, കൃപയുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും, കൃപയുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടാവും, കൃപയുണ്ടെങ്കിൽ ഒന്നിനും അസാധ്യമല്ല. ദൈവമാണ്, കൃപയാണ്, ശക്തിയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയുള്ളവന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, ഞാൻ പറഞ്ഞില്ലേ, കൃപ നിറഞ്ഞ അമ്മ പ്രശ്നമില്ല അഞ്ഞിട്ടൊന്നുമില്ല മക്കളെ. പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ്. എന്താണ്? എല്ലാ കയ്പിന്റെയും സഹനത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും രാജ്ഞിയാണ്. എവിടെ നിന്നെടുത്താലും സഹനമാണ്. രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാല് ഈ ലോകത്തിൽ വെച്ച് എല്ലാ രക്തസാക്ഷികളും സഹിച്ച സഹനങ്ങളെ ഒരുമിച്ച് കൂട്ടിയാലും ഈ രാജ്ഞിയോളം വരില്ല. അവിടെ കാലമൊക്കെ ഉന്നതമായ സഹനത്തിൽ വലിയ വിജയം നേടിയവളാണ് പരിശുദ്ധ അമ്മ. സഹനത്തിന്റെ രാജ്ഞി, രക്തസാക്ഷികളുടെ രാജ്ഞി. ഈ അമ്മയുടെ ഈ സഹനത്തിലും അമ്മ സന്തോഷം അനുഭവിച്ചു, സമാധാനം അനുഭവിച്ചു. എന്തുകൊണ്ടാ? കൃപ നിറഞ്ഞു. അതുകൊണ്ട് ഈ കൃപ നിറഞ്ഞ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമാധാനത്തിന്റെ അടിസ്ഥാനമായ കൃപയുടെ നിറവിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളും ദൈവകൃപയിൽ നിറഞ്ഞു വളരട്ടെ. കൂദാശ ബന്ധത്തിൽ എന്താണ് കൂദാശ? അദൃശ്യമായ പ്രസാദവരത്തിന്റെ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാകുന്ന കൂദാശകളിലൂടെ കൃപയ്ക്ക് മേൽ കൃപയില് നമ്മുടെ മക്കൾ വരട്ടെ. കൃപയും ശക്തിയും അവന് വഴി നൽകപ്പെട്ടു.
ആ കൃപ സ്വീകരിച്ച് ബലം പ്രാപിച്ച് കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്നാപയോഹന്നാൻ, കർത്താവിന്റെ കരം, കർത്താവിന്റെ കൃപ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും വിജയിച്ചു. അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ഇതാണ് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ മക്കളുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനം. ദൈവകൃപ നിറയട്ടെ. ഈ അഭിഷേകത്തിനു വേണ്ടി കൃപ നിറഞ്ഞ അമ്മയോട് ചേർന്ന് കൃപാദാതാവായ തമ്പുരാന്റെ മുമ്പില്, ദിവ്യകാരുണ്യത്തിന് മുമ്പില് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെ നമ്മുടെ മക്കളെയും കൃപ നിറച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങ് പറഞ്ഞില്ലേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയില് ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്ന്. ഈശോയെ, കൃപയുടെ നിറവില് സമാധാനം നൽകിക്കൊണ്ട് അമ്മയിലൂടെ ആ വലിയ മാതൃക ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ വിശുദ്ധരിലൂടെ പൗലോസ്ലീഹായിലൂടെയൊക്കെ അങ്ങന്ന് ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നല്ലോ. ഈശോയെ, പ്രത്യേകം ആ വിധത്തില് സമാധാനം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട ലോകം, സഭ, പൗരോഹിത്യം, സമൂഹങ്ങള്, രാഷ്ട്രങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകം ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കള്, ഈശോയെ, അങ്ങയുടെ കൃപ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് സമാധാനം നഷ്ടപ്പെട്ടു പോയതെന്ന് സത്യമായ തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ട്. കർത്താവെ, ഞങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ മക്കൾ നിറയപ്പെടട്ടെ. അതോടൊപ്പം തന്നെ കർത്താവെ, അങ്ങയുടെ കൃപ സ്വീകരിക്കാൻ ഉദാശകളിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, കൃപാദാതാവായ അങ്ങയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ അങ്ങ് ചേർത്ത് പിടിക്കണമേ. ആ കൃപയുടെ സമൃദ്ധി അനുഭവിക്കാൻ സഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, ജീവിത പങ്കാളി, മാതാപിതാക്കള്, സഹോദരങ്ങള്, നമ്മുടെ കൊച്ചുമക്കള്, യുവമക്കള്, നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, മക്കളുടെ പഠനം, വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം, ജീവിത തടസ്സങ്ങള് എല്ലാം സമർപ്പിച്ചിട്ട് ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. മക്കളെ, ദൈവകൃപ നിറയണം. കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഞങ്ങളുടെ കുടുംബങ്ങളില് എല്ലാ മക്കളിലും നിറയട്ടെ എന്ന് ദൈവികാന സന്നിധിയില് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങ് പറഞ്ഞില്ലേ പൗലോസ്ലീഹായോട്, നിനക്കെന്റെ കൃപ മതി. അതേ കർത്താവേ, അങ്ങയുടെ കൃപ മതി ഞങ്ങൾക്ക്. കർത്താവേ, വീണ്ടും പൗലോസ്ലീഹ പറഞ്ഞില്ലേ, അതുപോലെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഞാൻ എന്തായിരിക്കുന്നുവോ ദൈവ കൃപയാലാണെന്ന് പറഞ്ഞ പൗലോസ്ലീഹായെ പോലെ ഞങ്ങൾക്കും പറയാൻ കർത്താവേ കൃപ തരണമേ, വലിയ കൃപ തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ അധ്വാനിക്കട്ടെ. കൃപ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. കൃപ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യട്ടെ. അതിനായി ആ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ദൈവികാനീശോയെ, ഏറ്റവും എളിമയോടെ അങ്ങയുടെ കൃപയുടെ കീഴിൽ താഴ്മയോടെ നിന്ന് ആ കൃപയ്ക്കുമേൽ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കൃപ നിറയട്ടെ, ശക്തി പ്രാപിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബവും സമാധാനത്തിൽ നിറയട്ടെ.
ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും, നമ്മുടെ അവസ്ഥകളിലേക്കും, മക്കളിലേക്കും, അവരുടെ ഓരോ നിയോഗങ്ങളിലേക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ നിറയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഈ ആശീർവാദത്തിലൂടെ കർത്താവിന്റെ വലിയ കൃപാഭിഷേകം നമ്മിലും നമ്മുടെ മക്കളിലും നമ്മുടെ നിയോഗങ്ങളിലും നിറയപ്പെടട്ടെ. അതിലൂടെ സമാധാനം കൈവരിക്കാൻ നമുക്ക് സാധിക്കും മക്കളെ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ കൃപയും എല്ലാ അഭിഷേകവും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ യാചനാപൂർവ്വം ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് കൃപാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, കൃപാദാതാവേ, കൃപ നൽകാൻ വേണ്ടി വന്ന കർത്താവേ, അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്കും അങ്ങയുടെ കൃപാവരങ്ങൾ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബവും സഭയും ലോകം മുഴുവനും സമാധാനം അനുഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഈ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.